സന്തോഷമുള്ള ഒരു ദിവസത്തെ സാക്ഷാത്കരിക്കാൻ പോവാം. കുഞ്ഞുങ്ങളുടെ ഒരു ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വിശേഷമുണ്ട്, അതെന്താന്ന് പറയും. ഇന്ന് ഒരു ജീവിതത്തിൽ വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു, അതൊന്ന് സാക്ഷാത്കരിക്കാൻ പോവാം. നമുക്ക് ബാക്കി വിശേഷങ്ങള് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ്. ഇത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തതും കൂടെ ഒരു വീഡിയോ ആണ്. ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ ഈ ഒരു ചിരി എത്രയോ നാളിൻ്റെ കാത്തിരിപ്പും കഷ്ടപ്പാടുകളുമാണെന്നറിയോ? ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. ആഗ്രഹിച്ചാണെന്നാണ് നമ്മുടെ അടുത്ത് പറയാൻ കഴിയുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഷൈജോന്റെ തന്നെ ഏട്ടന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു കിറ്റാച്ചി വാങ്ങിക്കണമെന്ന്. അപ്പൊ ഇന്ന് ഏട്ടന്റെ ആഗ്രഹം പൂവണിയുക. എന്റെ അഭിപ്രായം എന്താ കണ്ടിട്ട്? വണ്ടി ഫുള്ള് ഇരുമ്പാ, നല്ല വണ്ടിയാ, ഫുള്ള് ഗ്ലാസ് ഉണ്ട്, എ സി ആണ്, പക്ഷെ ഫുള്ള് ഇരുമ്പാ. ടയറടക്കി മാറണ്ടല്ലോ, അതൊരു ഗുണമുണ്ട്. ഇതിന് ടയർ എടുക്കേണ്ട കാര്യമില്ല. വ്ളോഗർ വർഷാവിജില്ല. ഒരു പുതിയ വണ്ടി വാങ്ങുക അല്ലെങ്കിൽ ഒരു സ്വപ്നം സ്വന്തമാകുക എന്ന് പറയുന്നത് കാണുന്നവർക്ക് കേവലം ഒരു വണ്ടി മാത്രമായിരിക്കും കേട്ടോ. പക്ഷെ ഞങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി നാളത്തെ കഷ്ടപ്പാടും പരിശ്രമവും ഒക്കെ ആട്ടോ ഈ ഒരു സ്വപ്നം സഫലമായത്. അതിൻ്റെതായ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിൽ കാട്ടി ഉപരി സന്തോഷമായത് നമ്മുടെ ചാച്ചനാട്ടോ. ചില സ്വപ്നങ്ങൾ ഒരാളുടേത് മാത്രമല്ല, ഒരു കുടുംബത്തിലെ മുഴുവൻ സന്തോഷമാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ കിറ്റാച്ചിയിൽ കയറുന്നത്. അത് മാത്രമല്ല സ്വന്തം നമ്മളെ വീട്ടിൽ സ്വന്തമായിട്ട് ആദ്യമായിട്ടാണ് ഒരു കിറ്റാച്ചി. അങ്ങനെ ഞാൻ ഒരു കിറ്റാച്ചിക്ക് ഉടമയും കൂടെ ആയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ശൈത്യൻ്റെ അമ്മയ്ക്ക് ആഗ്രഹിച്ച പോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ചെറിയ വണ്ടി എടുക്കാൻ പറ്റി. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഇനിയും ഞങ്ങളുടെ ഫാമിലിക്ക് വേണം. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടുള്ള വിശേഷങ്ങൾ കുറച്ച് കാണാം. ഒത്തിരി അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞില്ലേ, അപ്പം നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നമ്മളെ അതിനെ ഒരുപാട് സഹായിച്ചത് ശ്രീ വെങ്കടേശ ഹെവി എക്യുപ്മെൻറ്റ്സ് ആണ്. പിന്നെ ജോളിച്ചേട്ടൻ എന്നെ ആദ്യം വന്ന് കണ്ട് ഇതിനെപ്പറ്റിയെല്ലാം പറഞ്ഞ് പെട്ടെന്ന് തന്നെ ജോളിച്ചേട്ടൻ നമുക്ക് വണ്ടിയെല്ലാം റെഡിയാക്കി തരികയും ചെയ്തു. നല്ലൊരു ഇതിലാണ് ജോളിച്ചേട്ടൻ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി തന്നതും. നല്ല ഇവരുടെ ഞാൻ തിരക്കിയപ്പോഴും നല്ല ഇതാണെന്നാണ് പറയുന്നത്. ഇവരുടെ സർവീസും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ കുണ്ടായിലോട്ട് വന്നത്. അങ്ങനെ കുണ്ടായിലോട്ട് വന്നു, ജോളിച്ചേട്ടൻ വിളിച്ചു സംസാരിച്ചു. പെട്ടെന്ന് തന്നെ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ എല്ലാം റെഡിയായി. നമുക്ക് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ സുന്ദരം ഫിനാൻസ് നമുക്ക് ഫിനാൻസ് ചെയ്ത് തന്നതും പെട്ടെന്ന് തന്നെ റെഡിയാക്കി നമുക്ക് ഫിനാൻസ് ചെയ്ത് തന്നു. സുന്ദരം ഫിനാൻസിൽ നമ്മുടെ കൊല്ലത്തെ ബ്രാഞ്ചിൽ നമുക്ക് ഫിനാൻസ് റെഡിയാക്കിയേക്കുന്നത്. നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തന്നതും അവിടുത്തെ ഗോപൻ എന്ന് പറയുന്ന സാറാണ് നമുക്കതെല്ലാം ചെയ്തു തന്നേക്കുന്നത്. പെട്ടെന്ന് തന്നെ ഗോപൻ സാർ അതെല്ലാം റെഡിയാക്കി നമുക്ക് ഫിനാൻസിനെ നമ്മളെ ഒരുപാട് നടത്തിച്ചൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് തന്നു.
അപ്പോൾ ഒരുപാട് സന്തോഷവും നന്ദി സ്നേഹവും ഗോപൻ സാറിനെ അറിയിക്കുന്നു. പിന്നെ ഏട്ടൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹം സാധിക്കാൻ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ അമ്മമാരുടെ പ്രാർത്ഥന കൊണ്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു അനുഗ്രഹവും കൊണ്ടാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് ജോളി ചേട്ടനാണ് ഇതിൻ്റെ സെയിൽസ് മാനേജർ. ഇങ്ങനെ ജോളി ചേട്ടൻ വന്ന് കണ്ടു, സംസാരിച്ചു. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി. എല്ലാം ദൈവാധീനം കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി. നമുക്കിപ്പോൾ വണ്ടിയും കിട്ടി. വലിയൊരു സ്വപ്നങ്ങളിലൊന്ന് സാധിച്ചു. ദൈവത്തോടും എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു.